പൂഞ്ഞാർ എരുമേലി സംസ്ഥാന പാതയിൽ റോഡ് ഇടിഞ്ഞു താണു. അപകട ഭീഷണിയിൽ യാത്രക്കാർ. പൂഞ്ഞാർ എരുമേലി സംസ്ഥാന പാതയിൽ പറത്താനം ഷാപ്പുപടിക്ക് സമീപം റോഡിന്റെ തിട്ട ഇടിഞ്ഞു താഴ്ന്നത് വാഹന അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിന് വീതി കുറഞ്ഞ ഭാഗത്താണ് വലിയ തോതിൽ തിട്ട ഇടിഞ്ഞിരിക്കുന്നത്. വളവിനോട് ചേർന്നുള്ള ഭാഗമായതിനാൽ ഇതുവഴി കടന്നുപോകുന്ന വാഹന ഡ്രൈവർമാർ ചതിക്കുഴി ശ്രദ്ധയിൽപ്പെടില്ല. ഒരേ സമയം ഇരുവശങ്ങളിൽ നിന്ന് വാഹനങ്ങൾ എത്തിയാൽ സൈഡ് കൊടുക്കുവാൻ പോലും ഇടമില്ലാത്ത ഭാഗമാണ് ഇടിഞ്ഞിരിക്കുന്നത്. റോഡിന്റെ വശം ഇടിഞ്ഞ ഭാഗത്ത് കാട് കയറി മൂടിക്കിടക്കുന്നതിനാൽ ഇടിഞ്ഞത് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടില്ലെന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുകയാണ്. രാത്രികാലങ്ങളിൽ എത്തുന്ന അപരിചിതരായ വാഹന ഡ്രൈവർമാർക്കും അപകട ഭീഷണിയാണ് ഇത്. ഇതിന് തൊട്ടടുത്തുള്ള കൊടുംവളവിൽ കലുങ്കിന്റെ സംരക്ഷണ ഭിത്തിയില്ല എന്നതും മറ്റൊരു വലിയ പ്രതിസന്ധിയാണ്. മുൻപ് നിരവധി വാഹനങ്ങൾ നിയന്ത്രണം വിട്ട കലുങ്കിന്റെ കുഴിയിലേക്ക് ചാടി അപകടം ഉണ്ടായിട്ടുണ്ട്. കാൽനടയാത്രക്കാരും സ്കൂൾ കുട്ടികളും ഉൾപ്പെടെ വലിയ ഭീതിയോടെയാണ് ഈ ഭാഗത്തുകൂടി കടന്നു പോകുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. അപകട ഭീഷണിയുള്ള ഈ ഭാഗത്ത് അടിയന്തരമായി മുന്നറിയിപ്പ് ബോർഡുകളും റിഫ്ലക്ടറുകളും സ്ഥാപിക്കണമെന്നും എത്രയും വേഗം റോഡിന്റെ ഇടിഞ്ഞ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ഇത് പറത്താനത്ത് നിന്ന് ചോലത്തളം പോകുന്ന വഴിയിൽ പറത്താനം ഷാപ്പ് കഴിഞ്ഞുള്ള ഒരു വലിയ വളവാണ്. ആ വളവിൽ അപകടകരമായ രീതിയിൽ കാണുന്ന ഒരു കലുങ്കും, ആ കലുങ്ക് കഴിഞ്ഞൊരു 100 മീറ്റർ മുമ്പിലായിട്ട് വലത് സൈഡ് ഡോറിന്റെ DR ഇടിഞ്ഞു പോയി കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 വർഷമായി. എന്തെങ്കിലും ഇതിന്റെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരുന്നു. കഴിഞ്ഞ വർഷമോ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷമോ ഇവിടെ ആ കാണുന്ന പോസ്റ്റ് ഒരു ബസ് തട്ടിപ്പോയതാണ്. ഒന്ന് മാറിയിട്ടതാണ്. 2 വണ്ടി ഒരുപോലെ പാസ്സാകാനുള്ള ഒരു ഇട ഇവിടെ ഇല്ല. സൈഡിലത്തെ ഈ കലുങ്ക് കുഴിക്ക് ഈ കലുങ്കിന് എന്തെങ്കിലും സൈഡ് വരി വെക്കുവോ അല്ലെ വീതി കൂട്ടുവോ റോഡ് ഇടിഞ്ഞു വന്ന് കെട്ടുവോ ചെയ്യണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. ഫെസ്റ്റൂൺ ന്യൂസ്.